പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശത്രുവാണെന്ന കള്ളപ്രചാരണത്തിന് പിന്നിൽ UDF ആണെന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥിയും ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷനുമായ M. അബ്ദുൽ സലാം. BJPക്ക് 2047 വരെയുള്ള കൃത്യമായ പദ്ധതികളും ലക്ഷ്യബോധവുമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷത്തിന്റെ പരാജയത്തിനൊപ്പം കേരളം ചർച്ച ചെയ്യുന്നത് BJPയുടെ മുന്നേറ്റം കൂടിയാണ്. മലപ്പുറത്തെ മുസ്ലിം ലീഗ് കോട്ടകളിൽ വിള്ളലുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള CPMന്റെ സമസ്ത പരീക്ഷണവും പാടെ പാളിക്കഴിഞ്ഞു. ഇതോടെ ചുവടുമാറ്റി അനുനയത്തിൻ്റെ പാതയിലാണ് സമസ്ത മുസ്ലിം ലീഗ് നേതാക്കൾ. എന്നാൽ മലപ്പുറത്തിൻ്റെ മണ്ണിൽ തുടർച്ചയായി ഭരണം നടത്തിയിട്ടും സാധാരണക്കാർ ഇന്നും ദുരിതത്തിലാണെന്ന് പറയുകയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥിയും അബ്ദുൽ സലാം. ഇന്ന് മലപ്പുറത്തെ കോമൺ മാന് നീതി കൊടുക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ പവർ ഷെയറിങ്ങിന് ഉള്ള ഓപ്ഷൻ എന്താണെന്ന് അവരോട് പറയേണ്ട അവർക്കറിയാം. അതിനുവേണ്ടി ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യേണ്ട റൈറ്റ് ടൈമാണ്. അവർ ബുദ്ധി ഇപ്പോൾ വ്യക്തമായി പറഞ്ഞ NDAയോട് അലയൻസ് ഉണ്ടാക്കുകയും മുമ്പൊക്കെ ചെയ്ത പോലെയുള്ള ഒരു അലയൻസിൽ വന്നിട്ട് പവർ ഷെയറിങ്ങിന് അവർ ഓപ്പർച്യൂണിറ്റി സൃഷ്ടിക്കുകയും ചെയ്യണം. മുസ്ലിം വിഭാഗത്തെ BJP ഒരിക്കലും ശത്രുവായി കണ്ടിട്ടില്ലെന്നും ലീഗിനെ NDAയിൽ കൊണ്ടുവരണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉന്നയിക്കുമെന്നും അബ്ദുൽ സലാം അഭിപ്രായപ്പെടുന്നുണ്ട്. ജനം, മലപ്പുറം.